മല കയറാൻ നീ എന്താ ശബരിമലയ്ക്ക് പോണ? മുന്തിരിപ്പാടം കണ്ടപ്പോ അശ്വതിക്ക് എന്താണ് ഒരു ഒന്നും പറയാനില്ല. കണ്ട് സന്തോഷമായി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുന്തിരിപ്പാടം കാണുന്നത്? കണ്ടിട്ടുണ്ട്. എപ്പോ ഇവിടെ വെച്ച് കണ്ട്? അങ്ങനെ ഗൈസ് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പിന് പോവുകയാണ്. അപ്പോൾ വൺ ഡേ ട്രിപ്പ് തേക്കടിയിലോട്ടാണ്. നമ്മളൊരു 21 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ട്രിപ്പായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഒരുങ്ങി പോവുകയാണ്. കാര്യം അവിടെ നമ്മൾ ഫ്രഷ് ഒന്നും ആവാനായിട്ട് ഒരു റൂമോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ഡയറക്റ്റ് തന്നെ നമ്മൾ സ്ഥലങ്ങളിലെല്ലാം കാണാനായിട്ട് പോവുകയാണ്. തേക്കടിയിലെ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ 6 മണിക്ക് അവിടെ എത്തണം. ഞങ്ങൾക്ക് ഓൺലൈൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മൾ കുറച്ച് ദിവസം മുമ്പേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് തന്നെ പോയി നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മൾ ചാരൂസിനെയൊക്കെ വിളിച്ചുണർത്തി. അപ്പോൾ അവൾ ഇതേ ഫ്രഷ് ആവാനായിട്ട് വലിയ പാടായിരുന്നു രാവിലെ എണീക്കാനായിട്ട്. കാര്യം കുറച്ച് നേരെ ആയിട്ടുള്ളായിരുന്നു ഉറങ്ങിയത് തന്നെ. അങ്ങനെ ബ്രഷൊക്കെ ചെയ്തിട്ട് നമ്മുടെ ചാരൂസ് ഒരുങ്ങി. അപ്പോൾ അവൾ തന്നെ സ്വയം ഒരുങ്ങുവാണ്. ചാരൂസിൻ്റെ ഫ്രോക്ക് ഞങ്ങൾ സുടിയെന്ന് മേടിച്ചതാണ് കേട്ടോ. സൂപ്പർ. രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ നല്ല തണുപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാരൂസ് ഇങ്ങനെ ഇതേ അവളുടെ പാവക്കുട്ടിയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി ബാഗൊക്കെ കൊണ്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ബാഗിനകത്ത് കുറച്ച് സ്നാക്സ് ഐറ്റംസും വെള്ളവും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. കാര്യം നമ്മളവിടെ സ്റ്റേ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് അത്യാവശ്യത്തിലുള്ള സാധനങ്ങൾ മാത്രം നമ്മളെടുത്ത് ഇവിടെ ഒരു 5 മിനിറ്റ് നടന്നാൽ വണ്ടി കിടക്കുന്ന സ്ഥലത്തെത്തും. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി എടുത്തു. കാര്യം പിള്ളേരെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ വണ്ടി എടുത്താണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് തന്നെ വണ്ടി വരുന്നത് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മളതേ വണ്ടിക്കകത്തോട്ട് കയറുവാണ്. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും വണ്ടിയിലൊക്കെ കയറിയിരുന്നു. അങ്ങനെ അവരുടെ ബാഗൊക്കെ എടുത്ത് എല്ലാവരും അവരുടെ സ്ഥലത്തൊക്കെ വെച്ച് എല്ലാവരും സീറ്റിലൊക്കെ ഇരുന്ന് യാത്ര പുറപ്പെടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികൾക്കും അതൊരു വലിയ സന്തോഷമായിരിക്കും. കാര്യം വെക്കേഷനും കൂടിയല്ലേ. അപ്പോൾ ഏകദേശം വെക്കേഷനൊക്കെ തീരാറായി. പോകുന്നതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും ചാടി മറിഞ്ഞ് ഡാൻസൊക്കെ കളിച്ച് തളർന്നത് എല്ലാവരും കിടന്ന് ഉറങ്ങുവാണ്. ഇനി എന്തായാലും കുറച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് നേരെ അങ്ങ് എത്തുമ്പോൾ തേക്കടി ആയിരിക്കും എത്തുന്നത്. പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫോൾ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നമ്മൾ സെൽഫിയൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എണീച്ചപ്പോൾ രാവിലെ തേക്കടിയിലെത്തി. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിലാണ് നമ്മൾ എത്തിയത്. എൻട്രി പാസിന് അഡൽറ്റിന് 75ഉം 11 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 45 രൂപയുമാണ് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അവരുടെ ബസ് ഉണ്ട്. അപ്പോൾ അതിന് കൂടി ആഡ് ചെയ്താണ് ഈ ഫീസ് വരുന്നത്. 10 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ബോട്ട് ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കാം. അപ്പോൾ നമുക്ക് ഈ ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടില്ല. കുരങ്ങന്മാരുടെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഫുഡ് ഐറ്റംസ് ഒന്നും കുരങ്ങന്മാർക്ക് കൊടുക്കരുത്. കാര്യം അവർ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. ബോട്ടിങ്ങിനുള്ള ടിക്കറ്റിന് അഡൽറ്റിന് 255 രൂപയും കുട്ടികൾക്ക് 85 രൂപയുമാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമുക്ക് മടിയിലിട്ട് അവർക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ബോട്ടിംഗ് ചെയ്യുന്നതിന് അരമണിക്കൂർ മുൻപേ നിങ്ങൾ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നിങ്ങൾ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറാനായിട്ട് എല്ലാവരും ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കാട്ടിൽ കൂടിയുള്ള ഒരു യാത്ര. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്യജീവികളെ എല്ലാവരെയും കാണാൻ പറ്റും. കാര്യം രാവിലെയാണ് ഏറ്റവും കൂടുതൽ വന്യജീവികൾ ഇവിടെ കാണുന്നതെന്നാണ് നമുക്ക് ഗൈഡ് പറഞ്ഞു തന്നത്. ഇത്രയും മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫുൾ ബോട്ടായിട്ടാണ് കിട്ടിയത്. ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സേഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ സേഫായിട്ടിരിക്കണം. ബോട്ടിങ്ങിൻ്റെ ടൈം 7:30-ക്കും 9:30-ക്കും 11:15-നും പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു 1:45-നും 3:30-ക്കും ഒക്കെയാണ് ബോട്ടിംഗ് ചെയ്യാൻ സാധിക്കുന്നത്. കൂടുതലും വന്യജീവികളെ കാണുന്ന ഒരു ടൈം 7:30-ക്കാണ്. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങും ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്യജീവികളെ നമുക്ക് കാണാൻ പറ്റുന്നത്. 1.5 മണിക്കൂറാണ് ബോട്ടിംഗ് ടൈം. അപ്പോൾ ഈ 1.5 മണിക്കൂർ നമുക്ക് ഇതിനകത്തിരുന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാം.
ഈ 7:30-ക്കുള്ള ട്രിപ്പ് തന്നെയാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നല്ലൊരു കാലാവസ്ഥയിൽ, അധികം വെയിലൊന്നും കൊള്ളാതെ നല്ലൊരു കാലാവസ്ഥയിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു സുഖം അത് വേറൊന്ന് തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ ഇപ്പോൾ 1 ഡേ ട്രിപ്പിനൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യാനും നമുക്ക് പറ്റും. പിന്നെ ശരിക്കും ഭാഗ്യം കൂടി വേണം നമുക്ക് വന്യജീവികളെ കാണുവാനായിട്ട്. പിന്നെ ഇവിടെ ഈ തേക്കടി വരുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ്, കാര്യം വന്യജീവികളെ കണ്ടില്ലെങ്കിൽ ഒന്നുമില്ല, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും ഇല്ല എന്നും നമുക്ക് പറയാനും പറ്റില്ല. കാര്യം ഞങ്ങൾ വന്നപ്പോൾ എന്തായാലും ഒരു ആനയും ഒരു ആനക്കുട്ടിയെയും കണ്ടായിരുന്നു. പിന്നെ കാട്ടുപോത്ത് അങ്ങനെയുള്ള പക്ഷികൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് കുറച്ച് ദൂരോട്ടായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ അത്ര ക്ലാരിറ്റിയിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും നമ്മൾ കാട്ടുപോത്തിനെയും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതേ ഇറങ്ങാറായി. ഇങ്ങനെ നമ്മൾ സേഫ് ജാക്കറ്റൊക്കെ നമ്മൾ ഊരി വെച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അങ്ങനെ നമ്മൾ നന്നായി എൻജോയ് ഒക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് അതേ ബസ്സിൽ തന്നെ നമ്മൾ റിസർവിൻ്റെ പുറത്ത് കൊണ്ടാക്കി തരും. അതിനുശേഷം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മളിതേ മസാല ദോശയൊക്കെ മേടിച്ചൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അടുത്ത ഞങ്ങൾ വന്നത് മുന്തിരിപ്പാടത്തിലേക്കാണ്. അപ്പോൾ കമ്പം തേനീനുള്ള ഈ മുന്തിരിപ്പാടത്തിലാണ് നമ്മൾ എത്തിയത്. എന്തായാലും തേക്കടിയിൽ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരൊറ്റ കാര്യമാണ് ഈ മുന്തിരിപ്പാടം. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും റീൽസൊക്കെ ചെയ്യാനും ആയിരിക്കും മിക്കവരും ഇവിടെ എത്തുന്നത്. അപ്പോൾ കുട്ടികളെ കൊണ്ടൊന്നും നമ്മൾ മുന്തിരി തൊടുകയോ അവരെ പിച്ചാനോ ഒന്നും സമ്മതിക്കരുത്. ഞാനും ചാരൂസും എത്ര ഫോട്ടോ എടുത്തിട്ടും വീഡിയോസ് എടുത്തിട്ടും മതിയാവുന്നില്ല. കാരണം ഇവിടെ നിന്നിട്ടും മതി വരുന്നതേ ഇല്ലായിരുന്നു. അത്രയ്ക്കും മനസ്സിന് കുളിർമ കിട്ടുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 3.25 കിലോ കൊള്ളുന്ന ഒരു ബോക്സ് നമ്മൾ മുന്തിരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 200 രൂപയാണ് ഈ ബോക്സിന്. നല്ല മധുരമുള്ള മുന്തിരിയായിരുന്നു. അടുത്ത ഞങ്ങളിതേ എലിഫന്റ് ജംഗ്ഷനിലാണ് എത്തിയത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആനകളെ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം വരുന്ന വഴിക്ക് തന്നെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നിറച്ച് കളർ ഫിഷുകളാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഇവിടെ വരുന്നവർക്ക് ആനസവാരിയും ചെയ്യാം. ഒരാൾക്ക് 500 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. പൊതുവെ ആനകളെ പേടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആനപ്പുറത്തൊന്നും കയറിയില്ല. അപ്പോൾ ഞങ്ങളെ കൂടെ വന്ന ആരും തന്നെ ആനപ്പുറത്ത് കയറിയില്ല. അടുത്ത് ഞങ്ങൾ വന്നത് ഫിലിപ്സ് ഹണിയിലാണ്. മികച്ച തേൻ കർഷകനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡൊക്കെ കിട്ടിയ ഫിലിപ്സ് ചേട്ടൻ്റെ അടുത്താണ്. അപ്പോൾ അദ്ദേഹം തേനിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ക്ലാസ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ കുട്ടികളെ പേടി കൂടാതെ ഈ തേനീച്ചനെയൊക്കെ എടുക്കാനും ഒക്കെ പറഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ചെറുതേൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കേണ്ട രീതികളെയും ഒക്കെ പറ്റി നമുക്ക് ഇദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തേനീച്ചപ്പെട്ടിയൊക്കെ നമുക്ക് തുറന്ന് ഇതെല്ലാം കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾക്ക് തേനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെന്നുള്ളവർക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കാം. ചെറുതേനൊക്കെ ലഭ്യത കുറവ് കാരണം 3000 രൂപയാണ് ഒരു ബോട്ടിലിന്. അങ്ങനെ തേൻ കൃഷിയൊക്കെ കണ്ടു മടങ്ങി നമ്മളിതേ ഉച്ചയൂണ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒടുക്കത്തെ വിശപ്പ്. അങ്ങനെ ഒരു ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ബിരിയാണിയും കഴിച്ചിട്ട് നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിതേ പാഞ്ചാലി മേട്ടിലോട്ടാണ് എത്തിയത്. ഇവിടെ ചെല്ലുമ്പോൾ ഫസ്റ്റ് എൻട്രൻസ് തന്നെ ഈ ആനയുടെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചീറ്റുന്നതാണ് കാണുന്നത്. ഇതിൻ്റെ ബോളിലോട്ട് കയറാനുള്ള എൻട്രൻസ് ഫീസ് അഡൽറ്റിന് 25, കുട്ടികൾക്ക് 15 ആണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ തേക്കടിയിൽ. നമ്മൾ ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. ഇത് ഭൂമിയിലെ സ്വർഗമാണെന്ന് തോന്നിപ്പോവും. അത്രയും മനോഹരമാണ് ഈ പ്ലേസ്. ഫോട്ടോയ്ക്കൊക്കെ പറ്റിയൊരു പ്ലേസാണ് ഇവിടെ. അത്രയും മനോഹരമായിരുന്നു ഇവിടെ കാണാനായിട്ട്. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്ക്. വെയിലൊന്നുമില്ല, നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഈ കൽമണ്ഡപങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ വന്ന് റെസ്റ്റ് എടുക്കാനും പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കാനായിട്ട് ഓരോ ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ ഞങ്ങളും എടുത്തായിരുന്നു. പാണ്ഡവന്മാർ പാഞ്ചാലിയോടൊപ്പം ഇവിടെ താമസിച്ചിരുന്നു എന്ന ഐതിഹ്യം കൂടി ഉണ്ട് ഈ സ്ഥലത്തിന്. പാഞ്ചാലിമേട് എന്ന ഈ പേര് ലഭിച്ചതും അതുകൊണ്ടാണെന്നാണ് ഐതിഹ്യം.
അപ്പോൾ ഏതായാലും ഈ സ്ഥലം വളരെ മനോഹരമായിരുന്നു. ഡിസംബർ ജനുവരിയിലൊക്കെ ഇവിടെ ഫുൾ മൂടൽമഞ്ഞായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് തന്നെ പഴംപൊരിയും ചായയൊക്കെ മേടിച്ച് കുടിച്ച് ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് നമ്മളതേ തിരിച്ചു പോവാനായിട്ട് ബസ്സിലൊക്കെ കയറിയിരിക്കുവാണ്. അപ്പോൾ രാത്രിയായി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ദോശയും ചമ്മന്തി സാമ്പാറും ഒക്കെ വെച്ച് ഒരു ഡിന്നറും കഴിച്ച് ഒരു സോഡ നാരങ്ങയും മേടിച്ച് കുടിച്ച് നമ്മൾ ഇതേ ബസ്സിൽ കയറി. അങ്ങനത്തെ ഞങ്ങൾ എത്തി ഗൈസ്. ഞങ്ങളത് 11 മണിയായപ്പോൾ നമ്മുടെ സ്ഥലത്തെത്തി. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പറക്കി. ഇതേ എൻ്റെ മുന്തിരിപ്പെട്ടി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ, അതൊന്നും എടുക്കാൻ മറന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മളതേ പുറത്തോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ അതേ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു നമ്മളിതേ ബസ്സൊക്കെ തിരിച്ചു പോവുകയാണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നല്ലൊരു യാത്രയായിരുന്നു തേക്കടിയിലേക്കുള്ള യാത്ര. അങ്ങനെ ഞങ്ങൾ ഇത്രയും വിശ്വാസത്തോടു കൂടി പറഞ്ഞു വിട്ട എല്ലാ ഭർത്താക്കന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.